ഹലോ ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങൾ ഇന്ന് വന്നിട്ടുള്ളത് ഓളോപ്പാറയ്ക്കാണ് കേട്ടോ. അപ്പോൾ വന്നപ്പോൾ വിചാരിച്ചു ഒരു ചെറിയ മിനി വ്ളോഗ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇതാണ് കേട്ടോ ഓളോപ്പാറ. കാണാനായിട്ട് അടിപൊളിയാണ്. അപ്പോൾ കോഴിക്കോടിൻ്റെ കുട്ടനാട് എന്നാണ് കേട്ടോ ഓളോപ്പാറ അറിയപ്പെടുന്നത്. ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് നേരം കുറേ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് അവിടെ നിന്ന് ഒരു പൊതി കിട്ടിയത് എനിക്ക്. അപ്പോൾ ഞാനത് വേഗം എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചത് എന്താ പറയുക, ആരോ കൊണ്ടുവച്ചതാണെന്നാണ് കേട്ടോ. പിന്നെയാണ് മനസ്സിലായത് ഇവർ തന്നെ കൊണ്ടുവച്ച പൊതിയാണ് കേട്ടോ. അത് മീൻ പിടിക്കാനുള്ള മൈദയായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്നപ്പോൾ അവിടെ കുറേ ബോട്ടൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ പണിമുടക്ക് ദിവസം പോയതുകൊണ്ട് തന്നെ എന്താ പറയുക, ബോട്ട് സർവീസ് ഒന്നും ഉണ്ടായിരുന്നില്ല. ചെറിയ ഇങ്ങനത്തെ വഞ്ചി പോലത്തെ സെറ്റപ്പൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ അതിലൊന്നും കയറിയില്ല. പിന്നെ ഇവിടെ ഒരു ഇതുണ്ട്, എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിറച്ച് മീനുകളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ വെള്ളത്തിന് ആഴം വളരെ കുറവാണ് കേട്ടോ. അതായത് ഒരാൾ നിന്നിട്ടുണ്ടെങ്കിൽ അധികം അത്രയും വെള്ളമൊന്നും ഇല്ലാത്തൊരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ കുറേ നേരം അവിടെയൊക്കെ നിന്നു കേട്ടോ. പിന്നെ ഞങ്ങൾ മീൻ പിടിക്കാനായിട്ടുള്ള സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. മീൻ പിടിക്കാനായിട്ട് മൈദയൊക്കെ വാങ്ങി സെറ്റാക്കിയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. പിന്നെ ഞങ്ങളൊരു സ്ഥലത്ത് വന്നാൽ കുറേ നേരം ഫോട്ടോ ഒക്കെ എടുക്കുമല്ലോ. അങ്ങനെ ഞങ്ങൾ ഫോട്ടോ എടുത്തു, കുറേ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ ഇവിടെ അന്നൊന്ന് കാണാനും കുറേ നേരം നിൽക്കാനും ഇഷ്ടംപോലെ ആൾക്കാരൊക്കെ ഉണ്ടായിരുന്നു. അതിനിടയിൽ ഒരാൾ വെള്ളത്തിലേക്ക് ഇറങ്ങി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൾ നിന്ന് കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും ഇവിടെ ഭയങ്കര വെള്ളം കുറവാണ് കേട്ടോ. പിന്നെ ഇവിടെ വന്ന് ഇരുന്ന ആൾക്കാർ കക്കയൊക്കെ വാരാറുണ്ട്. ഇപ്പം അങ്ങനെ അധികം ആൾക്കാരൊന്നും വരുന്നില്ല, കാരണം ഇപ്പോൾ മഴയായതുകൊണ്ട് വെള്ളം കുറച്ച് കൂടുതലാണ്. അയാൾ നടന്നു പോകണം, അത്രയും വെള്ളമുള്ളൂ കേട്ടോ ഇവിടെ. ശരിക്കും പറഞ്ഞാൽ ഇതിലും വെള്ളം കുറവാണ് ഉണ്ടായിരിക്കാറുള്ളത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്കൊരു ചെറിയ മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ അതിലേക്ക് തന്നെ ഇട്ടു കേട്ടോ. ഇരയായിട്ട് കൊളുത്തിയിട്ട് ഞങ്ങൾ അതിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, വേറെ വലിയ മീൻ കിട്ടുമെന്ന് അറിയാനായിട്ട്. അങ്ങനെ അവസാനം ഞങ്ങൾക്കൊരു മീൻ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ഒരു പരലാന്ന് തോന്നുന്നുണ്ട് കിട്ടിയത്. അപ്പം ഞങ്ങൾ അതിനെ പിടിച്ചിട്ടുണ്ട്. പിന്നെ ചെറിയൊരു ലൈസിൻ്റെ കവറാണ് ഉണ്ടായിരുന്നുള്ളത്. ഞങ്ങൾ മീൻ കിട്ടുന്നൊന്നും വിചാരിച്ച് വന്നതല്ല, അതുകൊണ്ട് തന്നെ ഞങ്ങൾ കവറൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ചൂണ്ടൽ മാത്രം എടുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്, മീനെ കാണാനായിട്ട്. അപ്പോൾ അത്രയും വലിപ്പമൊക്കെ ഉണ്ട്. അപ്പോൾ അതിന് ഞങ്ങൾ ലൈസിൻ്റെ കവറിലേക്ക് അങ്ങോട്ട് ഇട്ടു, വേറെ കവറൊന്നും കൊണ്ടുവരാത്ത കാരണം. പിന്നെ ഞങ്ങൾ നിൽക്കുന്ന സ്ഥലത്ത് തന്നെ നന്നായിട്ട് മീൻ കൊത്തുന്ന സ്ഥലമായിരുന്നു കേട്ടോ. അതൊക്കെ കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കുറച്ച് കഴിഞ്ഞപ്പോൾ നെല്ലിക്കൊക്കെ വാങ്ങിക്കാനായിട്ട് പോയി. അപ്പോൾ ഇവിടെ ഉപ്പിലിട്ട സാധനങ്ങൾ കൂടുതൽ കിട്ടും. ഞങ്ങളുടെ നാട്ടിലാണെന്നുണ്ടെങ്കിൽ ഉപ്പിലിട്ട സാധനങ്ങളൊന്നും ഉണ്ടാവില്ല കേട്ടോ എവിടെ ചെന്നാലും. അപ്പം ഞങ്ങൾ നെല്ലിക്കയാണ് കേട്ടോ ആദ്യം വാങ്ങിയത്. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ ചൂണ്ടിടാനായിട്ട് തുടങ്ങി. കോഴിക്കോട് വരുന്നവർക്കൊക്കെ ഒരു വൺ ഡേ ട്രിപ്പ് വരാമെന്നുണ്ടെങ്കിൽ വരാൻ പറ്റുന്ന നല്ല അടിപൊളി സ്പോട്ടാണ് കേട്ടോ ഓളോപ്പാറ. ഇവിടെ വന്ന് കുറച്ച് നേരമൊക്കെ നിന്ന് പോകാം. പിന്നെ ഈവനിങ് ആണ് കൂടുതൽ ഇവിടെ ആൾക്കാരൊക്കെ വരുന്നത് കേട്ടോ. അത് കഴിഞ്ഞ് പിന്നെ ഞങ്ങൾക്ക് ഒരു മീനും കൂടി കിട്ടി കേട്ടോ. അങ്ങനെ ഞങ്ങൾക്ക് ടോട്ടൽ ഒരു 3-4 മീനെ കിട്ടിയിട്ടുണ്ടായിരുന്നു. 2 മഞ്ഞക്കൂരിയായിരുന്നു കേട്ടോ കിട്ടിയത്. അപ്പോൾ അവസാനം കിട്ടിയ മീനിന് ഞങ്ങൾ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതിന് നേരെ കൊണ്ട് ആ കവറിലേക്ക് ഇട്ടു കേട്ടോ. അപ്പോൾ ഞങ്ങൾ ആ മീനും കൂടി പിടിച്ച് ആ കവറിലേക്ക് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്കാണെന്നുണ്ടെങ്കിൽ വയലിലെ മീൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ കറക്റ്റ് ഞങ്ങളുടെ ആൾക്കാരുടെ എണ്ണത്തിനുള്ളത് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെ ഈ ഒരു കടലുണ്ടോ ഞങ്ങൾ നെല്ലിക്ക മേടിക്കാനായിട്ട് വന്നത്. അപ്പോൾ ഞങ്ങളോട് നെല്ലിക്കും പിന്നെ മാങ്ങയും പിന്നെ മിഠായിയൊക്കെ വാങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചേച്ചി എനിക്കൊരെണ്ണം ഫ്രീ ആയിട്ട് തന്നു കേട്ടോ. എനിക്കും രമേശിക്കും ഓരോന്നും ഫ്രീ ആയിട്ട് തന്നു. അപ്പോൾ നിങ്ങൾ ഓളോപ്പാറ വരണമെന്നുണ്ടെങ്കിൽ ഈ ഷോപ്പിൽ കയറാം. ചെറിയൊരു കടയാണ് കേട്ടോ, പക്ഷെ നല്ലൊരു അറ്റ്മോസ്ഫിയർ ആണ്. ഒരു തെങ്ങിൻ്റെ ചുവട്ടിലാണ് ഈ കട ഉള്ളത്. അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് കുറേ ആൾക്കാർ ചൂണ്ടയൊക്കെ ഇടുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് ഇത്രയേ ഉള്ളൂ. ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്